സുഹൃത്തുക്കളെ, പ്രൊമോ വരുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ അവർകൾ പെരിന്തൽമണ്ണക്കാർക്ക് ഒരു ബഡ്ജറ്റിൽ വളരെ സന്തോഷകരമായൊരു വാർത്ത പുറത്തേക്ക് വിട്ടു. നമ്മുടെ പെരിന്തൽമണ്ണ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഏറ്റവും വലിയൊരു ശാപാണ് അങ്ങാടിപ്പുറം പാലം. അപ്പോൾ അതന്ന് നമ്മുടെ MLA അതുപോലെ വ്യാപാരി വ്യവസായികളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം മതിരിക്കും പിന്നീട് നേരെയെന്നൊക്കെയാണ്. ഒരു നെല്ലിക്കയുടെ ഫോട്ടോ വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നും കയപ്പാണ്, എല്ലാ ദിവസവും കയപ്പാണ്. അത് MLA അറിയണില്ല. എന്തായാലും ബഡ്ജറ്റിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മങ്കട MLAയും പെരുന്നാളിന് MLA ഒക്കെ പറഞ്ഞ് ബഡ്ജറ്റിൽ വലിയൊരു എമൗണ്ട് നീക്കി വെച്ചു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. UDF ഗവൺമെൻറ് ഒന്ന് പെരിന്തൽമണ്ണയ്ക്ക് നൽകിയ ഏറ്റവും ആദ്യത്തെ ലഡുവാണ് ഈ 10 കോടി രൂപ. ഞാൻ ഒന്നുമില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിവരം വേണം, അല്ലെങ്കിൽ MLAമാർക്ക് വിവരം വേണം. പെരിന്തൽമണ്ണയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് 1 സെൻറ്റ് ഭൂമി ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 30 ലക്ഷം വേണം. ഇനി വേണ്ട കുറച്ച് വിട്ടാൽ ഒരു 20 ലക്ഷം വേണം. അതും പോട്ടെ, ഒരു 15 ലക്ഷം കൂട്ടിയാൽ തന്നെ 600 കോടി രൂപ വേണം. 15 ലക്ഷം വെച്ചിട്ട് 4 കിലോമീറ്റർ റോഡ് പണിയണം. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കണം വെച്ചാൽ റോഡിൻ്റെ പോട്ടെ, ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ മാത്രം 600 കോടി വേണം. 15 ലക്ഷം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് 20 ലക്ഷം ആകുമ്പോൾ കൂടുക 800 കോടിയായി. അവിടേക്ക് നമുക്ക് തന്നതാണ്. അതായത് വെന്റിലേറ്ററിൽ കിടക്കണ രോഗിക്ക് എലിവഷം വാങ്ങാൻ പൈസ കൊടുത്ത പോലെ ഇപ്പോൾ പെരിന്തൽമണ്ണക്കാർ വെന്റിലേറ്ററിൽ കിടക്കുക. അപ്പോഴാണ് ബഡ്ജറ്റ് പറഞ്ഞിട്ട് ഗവൺമെൻറ് 10 കോടി രൂപ അനുവദിച്ചു. 10 കോടി കൊണ്ട് അവിടെ എത്ര സെൻറ്റ് സ്ഥലം വാങ്ങാൻ പറ്റുമെന്ന് MLA ഒന്ന് ബോധ്യപ്പെടുത്തി തന്നത്. പെരിന്തൽമണ്ണയിലത്തെ ജനതേനെ, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനതയോട് 10 കോടി കൊണ്ട് നിങ്ങളൊന്ന് തുറന്ന് പറയും, 10 കോടി കൊണ്ട് ഇത്ര സെൻറ്റ് ഭൂമി ഞങ്ങൾ വാങ്ങിത്തരാമെന്ന്. ഒന്നുമില്ലെങ്കിൽ മഞ്ഞളാംകുഴി അലിയോ അല്ലെങ്കിൽ നജീബ് കാന്തപുരോ പറയട്ടെ. നിങ്ങൾക്ക് കഴിയില്ല. ഏറ്റവും മിനിമം 20 ലക്ഷം 30 ലക്ഷത്തിൻ്റെ ഇടയിൽ അവിടെ ഭൂമിക്ക് വില ഉണ്ട്. അവിടേക്കാണ് 10 കോടി രൂപ എന്നുള്ളത്. അപ്പോൾ ഒരു 600 കോടി രൂപ ഭൂമി വാങ്ങാൻ വേണ്ടി മാത്രം വിലയിരുത്തിയാൽ ആ റോഡ് യാഥാർത്ഥ്യമാവും. അതിപ്പോൾ എന്തായാലും തൽക്കാലം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ 10 കോടി തന്ന് വിഷം വാങ്ങാൻ പൈസ തന്ന സതീശൻ അവർക്ക് അഭിവാദ്യങ്ങൾ.